2017 മുതൽ എനിക്ക് ഞരമ്പിൻ്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതിന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞായിരുന്നു, ഞാൻ കണ്ണിന് നീര് വരികയായിരുന്നു. അപ്പോൾ ഞാനൊരു കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു കണ്ണിനല്ല പ്രശ്നം, നിങ്ങളുടെ ഞരമ്പിനാണെന്ന്. അങ്ങനെ ഞാനൊരു ന്യൂറോ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ എനിക്ക് മെഡിസിൻ തരികയും ജോലിയൊന്നും ചെയ്യരുത്, അതായത് ഫുൾ റെസ്റ്റ് എടുക്കണം, 1 കിലോ പോലും ഒരു സാധനം തൂക്കരുത്, ഒരു പണി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ട് റെസ്റ്റിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ നമ്മൾ സ്പീഡിലൊക്കെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. നടക്കുമ്പോൾ എൻ്റെ കാലിന് ഇങ്ങനെ മിന്നി പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ ഓട്ടോറിക്ഷയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ബസ്സിലൊക്കെ കയറുമ്പോഴേ എനിക്കിങ്ങനെ കൈ ഇങ്ങനെ ബസ്സിൽ പിടിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. ഞാൻ പലരും നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ പത്രം എനിക്ക് തരുമായിരുന്നു, പക്ഷേ എനിക്ക് ഇതിനോടൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാനത് വാങ്ങിച്ചിട്ട് വെറുതെ അങ്ങ് വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചുമ്മാ ഇരുന്നപ്പോൾ യൂട്യൂബിനകത്ത് ഇവിടുത്തെ ഒരു പ്രസംഗങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യപ്പോഴാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നും ഇങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ അറിയാനിടയായി. പിന്നെ ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ മാസം കറക്റ്റ് ഞാനിവിടെ നിന്ന് പത്രം മേടിക്കുക, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക, എല്ലാം ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ രോഗത്തെ പറ്റിയ രോഗസൗഖ്യത്തിനൊന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല, വേറെ എൻ്റെ കാര്യങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഈ രോഗം എനിക്ക് സൗഖ്യമാണെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് ജോലി ചെയ്യാനും നടക്കാനും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി രോഗം എനിക്ക് ഞാൻ പോലും അറിയാതെ എനിക്ക് അത് സൗഖ്യമാക്കി തന്നിരുന്നു. യേശുവേ നന്ദി, യേശു സ്തുതി. ഈ ഉടമ്പടി തൈലമൊക്കെ ഞാനിങ്ങനെ പൂശുമായിരുന്നു, തേൻ കഴിക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു. ഞാൻ അനേകം മക്കളിലോട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടത്തേക്ക് കൊണ്ടുവരാനും അവരെ ഇവിടെ കിട്ടുന്ന അനുഗ്രഹത്തെ പറ്റി പറയാനും ഞാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അനേകം മക്കൾ ഇവിടെ വരികയും ചെയ്തു. അവർക്കെല്ലാം അവരുടേതായ രീതിയിൽ അവർ വെച്ചിരുന്ന ഈ നിയോഗങ്ങളെല്ലാം അവർക്ക് കിട്ടുകയും അവർ ഓരോരുത്തർ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു.